ഹായ് ഫാമിലീസ്, അപ്പം നമ്മളിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബോ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഞാനപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ സാറ്റിൻ്റെ ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഫോം ഫ്ലവർ എടുത്തിട്ട് ഫോം ഫ്ലവർ ഞാൻ ഒരു ബഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പോളൻസ് എടുത്തിട്ടുണ്ട്, അതും ഒരു ബഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ ടാപ്പാണ്. ഇനി ഞാൻ ഫോം ഫ്ലവറിൻ്റെ ബഞ്ച് ഇതുപോലെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ഫ്ലവേഴ്സായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ഫ്ലവറിനെ ഞാൻ ഇതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പോളൻസും ബഞ്ചിൽ നിന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളൻസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ തണ്ട് ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പായിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്യരുത്, കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഹെയർ ബോയുടെ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ സെൻറ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സൈഡായിട്ട് ഞാൻ ഇതുപോലെ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം ഫോം ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അത് ഞാൻ ഹെയർ ബോയിലേക്ക് ചുറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഹെയർ ബോയിൽ നല്ല രീതിയിൽ ചുറ്റിയെടുത്തതിന് ശേഷം ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നിത് കവർ ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു പ്രാവശ്യം മാത്രമേ ഇതുപോലെ കവർ ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ പോളൻസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പോളൻസ് വെച്ച് കൊടുത്തിട്ട് പോളൻസ് നമുക്ക് ഇതുപോലെ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചുറ്റി കൊടുക്കാം. അപ്പം ഞാൻ അതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. പോളൻസ് ഞാൻ 2 തവണ ചുറ്റി കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ തണ്ട് നിങ്ങൾക്കറിയാം, പോളൻസിൻ്റെ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ അത് നിൽക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ നിന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഞാനൊരു ഫോം ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് നല്ല രീതിയിൽ ഹെയർ ബോയിലേക്ക് ചുറ്റി കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചുറ്റി കൊടുത്ത് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒരു പോളൻസ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ പോളൻസ് നല്ല രീതിയിൽ അതിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ടും ഹെയർ ബോയുടെ സെൻറ്ററിൽ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോളൻസ് ഞാൻ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഫോം ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ചുറ്റി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഹെയർ ബോയുടെ സെൻറ്റർ പോർഷൻ മുഴുവനായിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരു ഹാർട്ട് ഷേപ്പെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതിലേക്ക് ഫോം ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫോം ഫ്ലവർ ഇതുപോലെ ഹെയർ ബോയിലേക്ക് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും പോളൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റിൽ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. ഞാൻ ഈ ഹെയർ ബോയുടെ ബാക്കിയുള്ള അതിൻ്റെ സെൻറ്റർ പോർഷനിലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ 21ാമത്തെ സെക്ഷൻ കൂടിയാണിത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നമ്മുടെ 20 ക്ലാസ്സുകളുമുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ വൺ സൈഡായിട്ടും ഹെയർ ബോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സെൻറ്ററിൽ മുഴുവനായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അതുപോലെ വൺ സൈഡായിട്ടും ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.